ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിനായി ഞാൻ KKയുടെ റൈസ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇടിയപ്പവും പത്തിരപ്പൊടി അതാണ് എടുത്തിരിക്കുന്നത്. അതിനായി വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് മാവിലോട്ട് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല പാകത്തിന് കുഴച്ചെടുക്കുക. നല്ല ചൂടുള്ള വെള്ളമാണ്. ഞാൻ ആദ്യം ഒരു സ്പൂൺ വെച്ചാണ് അതിനെ കുഴച്ചെടുക്കുന്നത്. അതിനുശേഷം ചൂടാറിയതിന് ശേഷം കുറച്ച് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നത്. ഞാനിതിൽ കുറച്ച് എണ്ണയും ഒഴിച്ച് നല്ല പാകത്തിന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തത്. നെയ്യ് ചേർത്താലും നല്ല സ്വാദിഷ്ടമായ ഇടിയപ്പം കിട്ടും. ഞാൻ ഇതിലോട്ട് ഇടിയപ്പത്തട്ടിലോട്ട് കുറച്ച് എണ്ണ തടവി തേങ്ങയും ചിരകിയതും ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഇടിയപ്പം ഇനി ചുറ്റിച്ചു കൊടുക്കാം. ഞാനിത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച മാവാണ്. അതുകൊണ്ട് ഇത് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇത് വെന്ത് കിട്ടാൻ എളുപ്പത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. നമ്മുടെ ഇടിയപ്പം നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഇടിയപ്പം ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനോട് ഞാൻ നല്ല ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നത്. ഇത് തയ്യാറാക്കി എല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പിയായി കാണുന്നത് വരേക്കും ബൈ.